തിരുവനന്തപുരത്ത് കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുണ്ടായ തർക്കത്തിൽ റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി കെ.വി. ഗണേഷ് കുമാർ. വിഷയം അന്വേഷിച്ച് നാളെ തന്നെ റിപ്പോർട്ട് നൽകാനാണ് കെ.എസ്.ആർ.ടി.സി വിജിലൻസ് ഓഫീസറോട് മന്ത്രി ആവശ്യപ്പെട്ടത്. അതേസമയം മേയർക്കെതിരെ അശ്ലീല ആംഗ്യം കാണിച്ചിട്ടില്ലെന്ന് കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദു പറയുന്നു. മേയറും എം.എൽ.എയും മോശമായി പെരുമാറി, എം.എൽ.എയെ തെറി വിളിച്ചെന്നും വീഡിയോ എടുത്ത ആളെ ഭീഷണിപ്പെടുത്തിയെന്നും കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദു പറഞ്ഞു. സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവർ എന്നെ ആ സമയം തൊട്ട് ആ കസാര ഇരുത്തി അവിടെ ഒപ്പിടും ഇവിടെ ഒപ്പിടും എന്ന് അവിടെ എവിടെയൊക്കെ ഒപ്പിട്ട് കൊടുത്തു. പിന്നെ കേസെടുക്കുകയാണ്. അത് 345 എന്തോ സെക്ഷൻ ചേർത്താണ് കേസ് എ. അപ്പം ഞാൻ അത് നെറ്റിലടിച്ചു നോക്കിയപ്പോൾ ഈ പെണ്ണുങ്ങളെടുത്ത് അപ്പം മര്യാദയെ പെരുമാറുകയോ എന്തോ ലൈംഗിക ചേഷ്ടയോട് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പം ഞാൻ കേട്ട് അത് എന്താണ് സാറേ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഒന്നി നീ മുഖ്യമന്ത്രി ആയിരിക്കണം, അല്ലെങ്കിൽ നീ പ്രധാനമന്ത്രി ആയിരിക്കണം, നീ അവരെക്കാട്ടി ഒരു പടി മുന്നിലായിരിക്കണം. അവരെ ഈഗോ ക്ലാഷ് ആണെന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, എന്തായാലും ഞാൻ ഇത് ഏതറ്റം വേണ്ടവരാണോ പോകും, ജോലി എൻ്റെ അത് പോയെന്നുള്ള ഉറപ്പായി. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തും കൂടുതൽ വിവരങ്ങളുമായി. സലിം മാലിക്, ഈ സംഭവം ഇപ്പോൾ വിവാദമാവുന്നുണ്ട്. ഇപ്പോൾ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദുവിന്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. അതായത് ഇല്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്ന കാര്യം യദു വ്യക്തമാക്കുകയാണ്. പോലീസ് ഇതിൽ പ്രതികരിച്ചു എന്നുകൂടി യദു പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവം? ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ കൂടി വിഷയത്തിൽ ഇടപെട്ടല്ലോ. പ്രജിൻ, ഈ വിഷയത്തിൽ വാദി മേയറായിട്ട് പോലും ഗതാഗത മന്ത്രി അത് അന്വേഷിച്ച ശേഷം മാത്രമേ നടപടി എന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതല്ലാതെ ഏകപക്ഷീയമായി ഈ ഡ്രൈവർ യദുവിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ഗതാഗത വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ച് ഒരു ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ കെ.എസ്.ആർ.ടി.സി വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ആ അന്വേഷണം നടത്തിയതിനു ശേഷം തുടർ നടപടി എന്നുള്ളതാണ് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം. കാരണം ഈ വിഷയത്തിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, മേയറുടെ ഭാഗത്താണ് തെറ്റെന്നും അതല്ല ഡ്രൈവറുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതും എന്ന നിലയിൽ ഈ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഈ മേയറുടെ വാഹനം കെ.എസ്.ആർ.ടി.സി ബസ്സിന് മുൻപിലേക്ക് നിർത്തിയിട്ട് അതിനുശേഷം ഡ്രൈവർക്കെതിരെ ഈ മേയറും സംഘങ്ങളും ഈ രൂക്ഷമായി സംസാരിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. പക്ഷേ അതിന് മുൻപ് അതിന് കാരണമായ സംഭവം എന്താണ് എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരുത്താനുള്ളത്. മേയറുടെ ഭാഗത്ത് നിന്ന് അത് സംബന്ധിച്ച വിശദീകരണം പറയുന്നത് 2 തവണ മേയറുടെയും മറ്റൊരു വാഹനത്തിലും ഇടിക്കാൻ പോലും പോകുന്ന നിലയിൽ അമിത വേഗതയിലായിരുന്നു ഈ വാഹനം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിർത്തി ചോദ്യം ചെയ്തത്. കാരണം സാധാരണക്കാർക്ക് ഉൾപ്പെടെ അപകടം ഉണ്ടാക്കുന്ന നിലയിലാണ് ഡ്രൈവറുടെ പെരുമാറ്റം ഉണ്ടായത് എന്നുള്ളതാണ് മേയറുടെ വിശദീകരണം. അതേസമയം അങ്ങനെയല്ല എന്നുള്ളതാണ് ഈ ഡ്രൈവർ പറയുന്നത് കെട്ടിച്ചമച്ച കേസാണ്. ഈ അനാവശ്യമായി റോഡിന് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള, ഓവർടേക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നതിന്റെ വൈരാഗ്യം കൊണ്ട് മാത്രം ഈ മേയർ ഈ വാഹനത്തിന് കുറുകെ കാർ നിർത്തിയതിനു ശേഷം അശ്ലീലം പറയുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. മാത്രമല്ല മേയറുടെ ഭർത്താവ് കൂടിയായ എം.എൽ.എ. സച്ചിൻ ദേവ് കൂടി കാറിൽ ഉണ്ടായിരുന്നു. ആദ്യം കാറിൽ നിന്ന് ഇറങ്ങി ഈ അസഭ്യം പറഞ്ഞത് സച്ചിൻ ദേവ് ആണ് എന്നൊരു ആരോപണം കൂടി എന്തായാലും ഈ ഘട്ടത്തിൽ ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിൽ ഏകപക്ഷീയമായാണ് പോലീസ് കേസെടുത്തതെന്നൊരു ആരോപണവുമുണ്ട്. ഇന്നലെ മേയർ നൽകിയ പരാതിയിൽ അപ്പോൾ തന്നെ കേസെടുക്കുകയും ഒപ്പം ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടില്ല. നഗരത്തിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷം ഈ വിഷയത്തിൽ കേസെടുക്കാം എന്നുള്ളതാണ് പോലീസ് ഈ വിഷയത്തിൽ പറയുകയും ചെയ്യുന്നത്. പ്രജിൻ, ശരി, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.